Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമെ ടി.വി. സീരീസിന്റെ സീസൺ 2 അഞ്ചാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. വർഷം 2007 ഓഗസ്റ്റ്. റീക്കോ മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഗെറ്റോയും ഷോക്കോയും ചേർന്ന് ഗോജോയുടെ മേലോട്ട് ഇറേസറും പെൻസിലും ഒക്കെ എടുത്തെറിയുന്നു. കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഗോജോ അവന്റെ ഇൻഫിനിറ്റി ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുന്നു. ഇപ്പൊ അതിന് എല്ലാത്തിനെയും തടുക്കാൻ സാധിക്കും. കേഴ്സ് വെപ്പൺസ്, അതിന്റെ മാസ്, വെലോസിറ്റി, അങ്ങനെ എല്ലാത്തിനെയും, പോയിസൺസിനെയും തടഞ്ഞു നിർത്തണമെന്നുണ്ട്. പക്ഷെ അത് ഇതിലും കഷ്ടപ്പാടാണ് എന്ന് ഗോജോ പറയുന്നു. സോ ലിമിറ്റ്ലെസ് ടെക്നിക്ക് ഇപ്പൊ എപ്പോഴും ആക്ടിവേറ്റ് ആക്കി വെക്കാൻ ഗോജോയെ കൊണ്ട് സാധിക്കും. അതെപ്പോഴും ഇങ്ങനെ ആക്ടിവേറ്റ് ആക്കി വെച്ചാ നിന്റെ കിളിയൊക്കെ പറന്നു പോകും എന്ന് പറയാണ് ഷോക്കോ. ഇല്ല, ഞാനുണ്ടാക്കിയ എനർജി ഉപയോഗിച്ച് റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉപയോഗിക്കും. അപ്പോ നീ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. എനർജി സേവ് ചെയ്യാൻ ഹാൻഡ്സ് യൂസ് കുറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലൂവും റെഡും എന്നെ കൊണ്ട് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി എനിക്ക് പഠിക്കാനുള്ളത് ഡൊമൈൻ എക്സ്പെൻഷനും ടെലിപ്പോർട്ടേഷനും മാത്രമാണ്. ജുജുത്സു ഹൈക്കുള്ളിൽ യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഒരു കോഴ്സ് സെറ്റ് ചെയ്താൽ അതെന്നെ കൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. സാത്തറോ മുൻപുള്ളതിനേക്കാൾ ഒരുപാടധികം പവർഫുള്ളായി. പുതിയ മിഷൻസിനെല്ലാം അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഷോക്കോയാരും ഒറ്റയ്ക്ക് മിഷൻസിന് അയക്കാറില്ല. അതുകൊണ്ട് ഞാനും ഒറ്റയ്ക്ക് പോവേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയുവാണ് ഗെറ്റോ. ആ സമ്മറില് ഞങ്ങൾ എല്ലാവരും വളരെയധികം ബിസി ആയിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ദുരന്തങ്ങൾ കാരണമായിരിക്കണം ഒരുപാടധികം കേർഡ് സ്പിരിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇല്ലാതാക്കണം, എക്സോർബ് ചെയ്യണം, ഇല്ലാതാക്കണം, എക്സോർബ് ചെയ്യണം. വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേർഡ് സ്പിരിറ്റുകളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഛർജിച്ചത് തുടച്ച ഒരു തുണി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയായിരിക്കും അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഗെറ്റോ കഴിഞ്ഞ വർഷം റീക്കോ മരിച്ചപ്പോ കൈയടിച്ച ആളുകളെ പറ്റി ആലോചിക്കുന്നു. ഞാൻ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ, ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യർക്കെല്ലാം വേറൊരു മുഖം കൂടിയുണ്ട്. അതാണ് അവരുടെ യഥാർത്ഥ ഫേസ്. അതെല്ലാം സാധാരണ കാര്യമായിട്ട് എടുക്കണം. പക്ഷെ അതാണ് എന്നെ കൊണ്ട് പറ്റാത്തത്. അവരെങ്ങനത്തെ ആളുകളാണെങ്കിലും മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ജുജുത്സു മന്ത്രവാദിയായിട്ടിരിക്കുന്നത്. സോ ഇപ്പൊ ഗെറ്റോക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്നാൽ അതൊരു തോന്നലും മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് ഗെറ്റോ ആഗ്രഹിക്കുന്നത്. ഏയ് ഗെറ്റോ, നിങ്ങൾ വീണ്ടും വീണ്ടും കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഹൈബറ വരുന്നു. നാളെ ഒരു വലിയ മിഷൻ ഉണ്ട്. അതിനുവേണ്ടി ദൂരത്തോട്ട് പോവാ, ഒരുപാട് ദൂരെ. ഓ, തിരിച്ചു വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ എന്ന് ഗെറ്റോ അവനോട് പറയുന്നു. ഓ, മധുരമുള്ളത് വേണോ എരിവുള്ളത് വേണോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഗോജോയും കഴിക്കുമോ എന്നുള്ളത് കൊണ്ട് മധുരമുള്ളത് തന്നെ അങ്ങ് മേടിച്ചോ എന്ന് ഗെറ്റോ അവനോട് പറയുന്നു. തീർച്ചയായിട്ടും എന്ന് ഹൈബറ പറയുന്നു. ഹൈബറ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജുജുത്സു സോസർ ആയിട്ടിരിക്കുന്നത് നിനക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടില്ലേ? ഇതിനിപ്പോ എങ്ങനെയാ മറുപടി പറയാ? ഞാൻ ഒരു കാര്യവും അങ്ങനെ വലുതാക്കി എടുക്കാറില്ല. എന്ന ഒരു കാര്യം ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എന്റെ ബെസ്റ്റ് കൊടുത്ത് തന്നെ ചെയ്യും. ഇത് കേട്ട് ഗെറ്റോ അവനെ തന്നെ നോക്കുന്നു. സോ ഗെറ്റോയെ കണ്ടാലറിയാം ഉറങ്ങിയിട്ട് തന്നെ കുറെ ദിവസങ്ങളായി. ഇതേ സമയമാണ് നീയാണോ ഗെറ്റോ, നിനക്ക് എങ്ങനത്തെ ഗേൾസിനെയാണ് ഇഷ്ടം എന്നൊരു ലേഡി ചോദിക്കുന്നത്. എനിക്ക് നല്ല ഫുഡ് കഴിക്കുന്ന ഗേൾസിനെയാണ് ഇഷ്ടം എന്ന് ഹൈബറ പറയുന്നു. ഇത് കേട്ട് ഹൈബറ എന്ന് വിളിക്കുവാണ് ഗെറ്റോ. ഞാനൊരു പെണ്ണിനെ കണ്ട അവൾ എങ്ങനെയാണെന്ന് പറയും. ഓ, അത് അവളുടെ മുമ്പിൽ വെച്ച് എന്നെ പറഞ്ഞല്ലോടാ, നീ സൂപ്പറാടാ. ഇത് കേട്ട് അവൻ താങ്ക്സ് പറയുന്നു. അവൻ നിന്നെ കളിയാക്കിയതാ, അത് നിനക്ക് മനസ്സിലായില്ലേ എന്നാ ലേഡി ചോദിക്കുന്നു. സോ അങ്ങനെ ഹൈബറ അവിടെ നിന്നും പോകുന്നു. നിന്റെ ജൂനിയർ ആണോ? ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചതിന് നീ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്നാ ലേഡി പറയുന്നു. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ, നിങ്ങൾ ആരാ? ഞാൻ സ്പെഷ്യൽ ഗ്രേഡ് സോസറർ UK സൂക്കുമോ. ഓ, അത് നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് ഗെറ്റോ. ഓ, എന്നെ പറ്റി അറിയോ? എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് വളരെ എക്സൈറ്റ്മെന്റോടെ യുക്കി ചോദിക്കുന്നു. ഒരു ജോലിക്കും വരാത്ത ഒരു സ്പെഷ്യൽ ഗ്രേഡ് സോസറർ, ഒന്നിനുപകാരമില്ലാതെ നാട് ചുറ്റി നടക്കുന്ന ഒരാൾ. ഇത് കേട്ട് അവൾ ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. എനിക്ക് ഈ ജുജുത്സു ഹൈയുടെ നിയമങ്ങളോട് അത്രയ്ക്ക് അങ്ങ് താല്പര്യമില്ല. അവര് ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ ആ അസുഖം വേരോടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ എന്തേ ഈ പറഞ്ഞു വരുന്നേ എന്ന് ഗെറ്റോ അവനോട് ചോദിക്കുന്നു. കേർഡ് സ്പിരിറ്റുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവരെ വേരോടെ പിഴുതെറിയാൻ അവർ ശ്രമിക്കുന്നില്ല. സോ ഇത് കേട്ട് ഗെറ്റോ ഞെട്ടുന്നു. കാരണം ഗെറ്റോയും കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഈ കേർഡ് സ്പിരിറ്റുകൾ എന്ന് പറഞ്ഞ എന്താ സംഭവം എന്ന് അവൾ ഗെറ്റോയോട് ചോദിക്കുന്നു. മനുഷ്യർക്കുണ്ടാവുന്ന ഭയം കാരണം മനുഷ്യർ പോലും അറിയാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേർഡ് സ്പിരിറ്റ് എന്ന് ഗെറ്റോ പറയുന്നു. എക്സാക്ട്ലി, കേർഡ് സ്പിരിറ്റുകൾ ഇല്ലാത്തൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 വഴികളാണുള്ളത്. ഒന്ന്, മനുഷ്യരിൽ നിന്നും കേർഡ് സ്പിരിറ്റ് ഉണ്ടാവാതെ നോക്കണം. 2, കേർഡ് സ്പിരിറ്റുകളെ ഇല്ലാതാക്കാൻ സാധാരണ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിൽ അവസാനം പറഞ്ഞ ഓപ്ഷനാണ് ചെയ്യാൻ എളുപ്പം. അതിനൊരു ഉദാഹരണമുണ്ട്.
അറിയോ നിനക്ക്? വേറെ ആരുമല്ല, നിനക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ടോജി സെനിൻ. ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിലുള്ള കേഴ്സ് എനർജി ഹെവൻലി ബാച്ച് ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ കുറവായിരിക്കും. എന്ന് അവനെ പോലെ കേഴ്സ് എനർജി ഇല്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവന്റെ ഉള്ളിൽ ഒട്ടും കേഴ്സ് എനർജി ഇല്ലെങ്കിൽ പോലും കേഴ്സ് സ്പിരിറ്റുകളെ അവനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്പിരിറ്റ് അവന്റെ ശരീരത്തിൽ നിന്ന് മൊത്തമായിട്ട് പോയതുകൊണ്ട് കേഴ്സുകളെ കൊണ്ട് അവന് യാതൊരുവിധ ആപത്തും വരില്ല. ആത്മാക്കളെ ഇല്ലാതാക്കാൻ അവൻ അവനെ തന്നെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവനൊരു സൂപ്പർ ഹ്യൂമൻ ആണ്. അവന്റെ മുമ്പിൽ നീ തോറ്റുപോയെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവനെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. അവൻ മരിച്ചതാലോചിച്ച് എനിക്ക് സങ്കടമുണ്ട്. കാരണം ഹെവൻലി പാക്ട് ആയിട്ടുള്ള അധികം ആളുകൾ ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുക്കാന്ന് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് എല്ലാവർക്കും കേഴ്സ് സ്പിരിറ്റുകളെ ഇല്ലാതാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. നിനക്കൊരു കാര്യം അറിയോ? സ്പിരിറ്റുകൾ നമ്മൾ മന്ത്രവാദികളുടെ അടുത്ത് നിന്നും ഉണ്ടാവില്ല. എന്ന ഒരു മന്ത്രവാദി മരിച്ചുപോയാൽ അവൻ കേഴ്സ് ആയിട്ട് മാറുന്നത് ആരെക്കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. സോ മനുഷ്യരെല്ലാവരും ജുജുട്സു മന്ത്രവാദികളായി മാറണം. അപ്പോ ഒരിക്കലും കേഴ്സ് സ്പിരിറ്റുകൾ ഉണ്ടാവില്ലല്ലോ. ഇതിലും നല്ലത് സാധാരണ മനുഷ്യരെയൊക്കെ കൊന്നുകളയുന്നല്ലേ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. ഗെറ്റോ, നീ പറഞ്ഞത് തീർച്ചയായിട്ടും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് സിമ്പിൾ. സാധാരണ മനുഷ്യരെയൊക്കെ പേടിപ്പിച്ച് അവരെ എങ്ങനെയെങ്കിലും ജുജുട്സു മന്ത്രവാദികളാക്കി മാറ്റണം. അങ്ങനെ ആവാത്തവരെ കൊന്നുകളയണം. പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്യാൻ എനിക്ക് വട്ടമൊന്നുമില്ല. ഈ സാധാരണ മനുഷ്യരുടെ മുകളിൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ഗെറ്റോയോട് ചോദിക്കുവാണ് അവൾ. എനിക്കറിയില്ല, സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നതാണ് ജുജുട്സു സോഴ്സറിന്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈയിടെയായിട്ട് മന്ത്രങ്ങൾ അറിയാത്തവരുടെ മൂല്യവും വ്യത്യാസവും തിരിച്ചറിയാനും ആ കാര്യങ്ങൾ അംഗീകരിക്കാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്റെ ഉള്ളിലുള്ള ആൾ അവരെ വെറുക്കുന്നു, അവരെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പറഞ്ഞില്ലേ നിന്റെ ഉള്ളിൽ ഒരാളുണ്ടെന്ന്. മനുഷ്യരെ നന്നാക്കണമെന്ന് പറയുന്ന ഒരുത്തൻ, മറ്റേത് മനുഷ്യരെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരുത്തൻ. ഇതിലേത് വേണമെന്ന് നീ വേണം തീരുമാനിക്കാൻ. നിന്റെ ജീവിതത്തിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിന്റെ കണ്ണ് തുറപ്പിക്കാൻ പോകുന്നത്. ഗോജോനോയും കണ്ട് സംസാരിച്ചാ നന്നായിരുന്നു, പക്ഷെ അവൻ ഇവിടെ ഇല്ലല്ലോ. ശരി, ഇനിയൊരു ചാൻസ് കിട്ടുമ്പോ സ്പെഷ്യൽ ഗ്രേഡ്സ് ആയിട്ടുള്ള നമ്മൾ 3 പേരും ഒന്ന് കാണണം. ഒരു കാര്യം പറയാൻ മറന്നു. ഈ സ്റ്റാർ പ്ലാസ്മ വെസലിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരില്ലാതായ ഉടനെ തന്നെ വേറൊരു സ്റ്റാർ പ്ലാസ്മ വെസൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായി കാണും. ടെൻഗണും ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഒരു സെക്കൻഡ് ഗ്രേഡ് കേഴ്സിനെ ഇല്ലാതാക്കുന്ന ഒരു സാധാരണ മിഷൻ ആയിരുന്നു ഇത്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് മോർച്ചറിയിലിരിക്കുന്ന കെന്റോ പറയുന്നു. സോ നേരത്തെ ഹൈബറ ദൂരെ ഒരു മിഷൻ ഉണ്ടെന്നുള്ള കാര്യം ഗെറ്റോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിഷന് വേണ്ടി ഹൈബറയും കെന്റോയും പോയിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഹൈബറ മരിക്കുന്നു. ആക്ച്വലി അതൊരു ഫസ്റ്റ് ഗ്രേഡ് കേഴ്സ് ആയിരുന്നു എന്ന് നനാമി പറയുന്നു. നടന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിക്കണ്ട നനാമി, അതിനു വേണ്ടിയല്ലേ ഇപ്പൊ ഗോജു പോയിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ മിഷൻസും അവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ എന്ന് കെന്റോ ചോദിക്കുന്നു. ജുജുട്സു സോഴ്സറേഴ്സ് തമ്മിലുള്ള ഈ മാരത്തോണിന്റെ അവസാനം എങ്ങനെയാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സോഴ്സറേഴ്സും മരിച്ചു കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. പിന്നീട് നമ്മൾ കാണുന്നത് ഗെറ്റോ ഒരു മിഷന് വേണ്ടി പോയിരിക്കുന്നു. അവിടെ 2 കുട്ടികളെ കോട്ടിലടച്ചതുപോലെ ഒരു റൂമിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ ഉള്ളിലും കേഴ്സ് എനർജി ഉണ്ട്. അത് യൂസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന കേഴ്സിനെ ഞാൻ കൊന്നുകളഞ്ഞതാണല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ഗെറ്റോ ചിന്തിക്കുന്നു. ഈ കുട്ടി പിശാശികൾ കാരണമാണ് എന്റെ മകൾ മരിച്ചു പോയത്. ഇവരെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൊന്നുകളയണമായിരുന്നു എന്ന് അവിടെയുള്ള ഒരു തള്ള പറയുന്നു. ഇത് കേട്ട് ഗെറ്റോ ടെൻഷൻ ആവുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ആ ഗ്രാമം മൊത്തമായിട്ടും ഇല്ലാതാക്കുന്നു. മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സോഴ്സറേഴ്സ് അവരെ രക്ഷിക്കാൻ വരും എന്ന് മനുഷ്യർക്കറിയാം. എന്നാൽ സോഴ്സറേഴ്സ് കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്നും മനുഷ്യർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ എല്ലാത്തിനും കാരണമായിട്ടുള്ള മനുഷ്യരെ ഇല്ലാതാക്കണമെന്ന് ഗെറ്റോ തീരുമാനിച്ചത്. അങ്ങനെ തനിക്ക് തന്ന മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ജുജുട്സു ഹൈയിലോട്ട് തിരിച്ചു വരുന്ന ഗോജോ ഗെറ്റോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ പറ്റി കേൾക്കുന്നു. ഇതൊന്നും ഗോജോയെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോഗുറു താമസിച്ച വീട് നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ അങ്ങനെ ഒരു വീടില്ല. അവൻ ചെയ്തത് വെച്ചൊക്കെ നോക്കുമ്പോ അവൻ തന്നെയായിരിക്കും അവന്റെ അച്ഛനെയും അമ്മയും കൊന്നത് എന്ന് പ്രിൻസിപ്പൽ ഗോജോയോട് പറയുന്നു. ഇത് കേട്ട് ഗോജോ ടെൻഷൻ ആവുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഗോജോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷോക്കോ ഗെറ്റോയെ കാണുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവര് പറയുന്നതൊക്കെ വെറുതെയല്ലേ? അല്ല, എല്ലാം ശരിയാണ്. എന്തിന്? സോഴ്സറേഴ്സ് മാത്രമുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ന് ഗെറ്റോ അവളോട് പറയുന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് ആരെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്ന് ഗെറ്റോ പറയുന്നു. ഇതിനോടകം തന്നെ ഷോക്കോ ഗോജോയെ വിളിച്ച് കാര്യം പറയുന്നു. ഗോജോ വരുന്നുണ്ട് നിന്നെ കാണാൻ എന്ന് ഷോക്കോ അവനോട് പറയുന്നു. എന്തിനു വേണ്ടിയാ ഇതെല്ലാം ചെയ്ത് സുഗുറു എന്ന് ഗോജോ ചോദിക്കുന്നു. ഷോക്കോ എല്ലാം തന്നെ ഇതിനോടകം പറഞ്ഞു കാണുമല്ലോ, ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഓ, അപ്പൊ മന്ത്രം അറിയാത്തവരൊക്കെ നീ കൊന്നുകളയോ അല്ലേ? അതിനി നിന്റെ അച്ഛനും അമ്മയും ആയാലും എന്റെ അച്ഛനെയും അമ്മയും മാത്രം ഞാൻ എന്തിനു വെറുതെ വിടണം? വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും ഇപ്പൊ എന്റെ ഫാമിലി അല്ല.
കാരണമൊന്നുമില്ലാതെ ആരെയും കൊല്ലാൻ പാടില്ലെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? ഇതിനെല്ലാം ഒരു കാരണമുണ്ട്, ഒരർത്ഥവുമുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത് എന്ന് ഗെറ്റോ പറയുന്നു. മനുഷ്യരെല്ലാം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദികൾ മാത്രമുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനൊരു സാധ്യതയുമില്ല. നിന്നെ കൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യാനും സാധിക്കില്ല. നീ വിചാരിച്ച ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലേ? നിന്നെ കൊണ്ട് അതൊക്കെ സാധിക്കുമെങ്കിൽ എന്നെ കൊണ്ടും പറ്റും. സാത്തോറു ഗോജോ എന്നത് കൊണ്ടാണോ നീ ഇത്രയും ബലശാലിയായിട്ടിരിക്കുന്നത്? അതോ ഇത്രയും ബലശാലി ആയതുകൊണ്ടാണ് സാത്തോറു ഗോജോ ആയിരിക്കുന്നത്? ഞാനിനി ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് ഗെറ്റോ അവിടെ നിന്ന് പോകുന്നു. ഗോജോ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോജോനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് കൊന്നേക്ക്, കാരണം അതിനൊരു കാരണമുണ്ടല്ലോ എന്ന് ഗെറ്റോ പറയുന്നു. നീ എന്താ അവന്റെ പിന്നാലെ പോവാണ്ടിരുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ അവന്റെ അടുത്തോട്ട് വരുന്നു. എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം ടീച്ചർ, ഞാൻ ശരിക്കും ബലശാലിയാണോ? അതേലോ, അതിന് നിനക്ക് സംശയമുണ്ടോ എന്ന് പ്രിൻസിപ്പൾ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ മാത്രം ബലശാലിയായിട്ടിരുന്നിട്ട് എന്താ കാര്യം? മറ്റുള്ളവരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നവരെ മാത്രമല്ലേ ഞാനും രക്ഷിക്കുന്നത്. പിന്നീട് കാണുന്നത് ഗെറ്റോനെയാണ്. ഈ സ്റ്റാർ റിലീജിയസ് ഗ്രൂപ്പ് ഇല്ലാതായെന്നാണല്ലോ കേട്ടെ, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, ഗ്രൂപ്പ് അത് തന്നെയാണ് എന്നൊരാൾ ഗെറ്റോയോട് പറയുന്നു. അവരെല്ലാം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗെറ്റോ സ്റ്റേജിലോട്ട് കയറുന്നു. ഹേ ഹേ ഹേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. ഇനി മുതൽ ഈ ഗ്രൂപ്പ് എന്റേതാണ്. ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അനുസരിക്കാൻ പാടൂ എന്ന് ഗെറ്റോ പറയുന്നു. ഇത് കേട്ട് ഒരാൾ എതിർക്കുന്നു. അയാളെ സ്റ്റേജിലോട്ട് വിളിച്ച് ഗെറ്റോ അങ്ങ് കൊന്നു കളയുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടൂ. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഷിഗുറോനെയാണ്. അവന്റെ അടുത്തോട്ട് ഒരാൾ വരുന്നു. ഗോജോ ആയിരുന്നു അത്. ഗോജോക്ക് അവനെ കണ്ടുടനെ തന്നെ ടോജിയുടെ അതുപോലെ തന്നെ തോന്നുന്നു. ഞാനൊരു കാര്യം പറയാൻ വന്നതാ, നിന്റെ അച്ഛനെ കൊണ്ട് ഇനി വരാൻ സാധിക്കില്ല. ജുജുത്സു മന്ത്രവാദികളായിട്ടുള്ള സെനിൻ ക്ലാനിൽ പെട്ട ആളാണ് അവർ. നിന്നെ കൊണ്ടും അവരെ കാണാൻ പറ്റില്ലേ? സോ നീ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഈ സെനിൻ ക്ലാനിന് പവർഫുൾ ആയിട്ടുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. 4 വയസ്സ് തൊട്ട് 6 വയസ്സാവുമ്പോഴേക്കും നിന്റെ പവേഴ്സ് ഒക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങും, ശരിയല്ലേ? സെനിൻ ക്ലാനെ ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ നിന്നെ ഒരു തുറുപ്പ് ചീട്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഗോജോ നിന്റെ അച്ഛനെ ഞാൻ കൊന്നു എന്ന് പറയാൻ വേണ്ടി വരുന്ന സമയത്താണ് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെവിടെയാണ് എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയണ്ട. ഒരുപാട് വർഷമായിട്ട് അവരെന്നെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അവരുടെ മുഖം തന്നെ ഓർമ്മയില്ല. ഓ ശരി, നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ അച്ഛനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ശരി, നീ തീരുമാനം പറ. നീ സെനിൻ ക്ലാനിലോട്ട് എന്നെ പോവാണോ? ഞാൻ സെനിൻ ക്ലാനിലോട്ട് പോയി കഴിഞ്ഞാൽ സുമുഖയ്ക്ക് എന്ത് പറ്റും? അവൾ ഹാപ്പി ആയിട്ടിരിക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും അവൾ സന്തോഷമായിട്ടിരിക്കില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം എന്ന് ഗോജോ പറയുന്നു. സോ അതുകൊണ്ട് ഗോജോയുടെ കൂടെ പോവാൻ അവൻ തീരുമാനിക്കുന്നു. ശരി, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിന്നെ ട്രെയിനിങ് ചെയ്തത് കുറച്ചധികം കഷ്ടപ്പാടാണ്, പക്ഷെ കുഴപ്പമില്ല. എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ നിന്നെ ബലശാലിയാക്കി മാറ്റും. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഗോജോ സാർ, ഗോജോ സാർ. ഓ, ഇവരെ ഉറങ്ങുകയൊക്കെ ചെയ്യുമല്ലേ എന്ന് യൂജി ചോദിക്കുന്നു. വിളിച്ച് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ എന്ന് ഫുഷിഗുറോ ഗോജോട് ചോദിക്കുന്നു. അങ്ങനെ ഗോജോ അവിടെ നിന്ന് എഴുന്നേറ്റ് ചിരിക്കുന്നു. എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ എന്ന് ഫുഷിഗുറോ ഗോജോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഇനിയാണ് ജുജുത്സു കൈസൻ ഷിബുയ ആർക്ക് ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് വേറെ ലെവലായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരേക്കും. ബൈ.